സാധാരണക്കാരൻ അവൻ്റെ ദീർഘദൂര യാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റെയിൽവേ. പട്ടാളത്തിലും അന്യസംസ്ഥാനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർ യാത്രയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ഗതി വളരെ ദയനീയമാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നിരവധി വരാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് യാത്ര ചെയ്യുന്ന സമയങ്ങളിലെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ്. നമുക്കറിയാം, നിരവധി കൊലപാതകങ്ങൾ, കേരളത്തിനെ ഒക്കെ ഞെട്ടിച്ചിട്ടുള്ള പല ശാരീരിക അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത് ഒക്കെ റെയിൽവേയിലാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത സംവിധാനമായ റെയിൽവേയിൽ പോലും സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റ് യാത്രക്കാർക്കോ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ നിലവിലുമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള പല വാർത്തകളും പുറത്തു വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ അമ്പിളി സോമൻ എന്ന ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അവർക്ക് റെയിൽവേയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ചില ദുഷ്കരമായ നിമിഷങ്ങളെ പറ്റി ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയുണ്ടായി. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം മാതൃഭൂമി പത്രത്തിൽ തീവണ്ടി യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരമ്പര വരികയുണ്ടായി. ആ പരമ്പരയിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഡിസംബർ 29 വന്ന പത്രത്തിൽ 4ാമത്തെ പേജിലാണ് ഈ പരമ്പര അവർ നൽകിയിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: നരകത്തീവണ്ടി എന്നാണ് ആ തലക്കെട്ട്. അതിന്റെ 2ാം പതിപ്പാണ് ഇത്. ശരത് കൃഷ്ണനാണ് ഈ പരമ്പര എഴുതിയിരിക്കുന്നത്. അതിൽ ഈ പരമ്പരയ്ക്ക് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ കല്ല്, ഞങ്ങളുടെ നെഞ്ചിൽ തീ എന്നാണ്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തീവണ്ടിയിലേക്ക് കയറുമ്പോൾ അവരുടെ കയ്യിൽ മുഴുത്ത കല്ലുകൾ ഉണ്ടാകും. ട്രാക്കിൽ നിന്ന് പെറുക്കിയെടുത്തവ. കൂട്ടമായിട്ടായിരിക്കും യാത്ര. റെയിൽവേയിലെ ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുടങ്ങുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് കേട്ടതത്രയും ഭീതി ഉണർത്തുന്ന വാക്കുകൾ. പിന്നീട് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് അവർ നൽകിയിരിക്കുന്നത്. മിക്കവർക്കും ടിക്കറ്റ് ഉണ്ടാകില്ല. സാധാരണ ടിക്കറ്റുള്ള ചിലർ സ്ലീപ്പർ കോച്ചുകളിൽ കയറിക്കൂടും. കയ്യൂക്കുള്ളവർ മറ്റുള്ളവരുടെ സീറ്റുകൾ കൈവശപ്പെടുത്തും. സംഘം ചേർന്നുള്ള യാത്രയായതിനാൽ പലപ്പോഴും എതിർക്കുന്നവർക്ക് നേരെ കൂട്ടമായി ഭീഷണി ഉയർത്തും. ചിലർ ശൗചാലയങ്ങളിൽ ഹാർഡ് ബോർഡോ തുണിയോ വിരിച്ച് ഇരുപ്പുറപ്പിക്കും. അകത്തുനിന്ന് വാതിൽ പൂട്ടും. കയ്യിലെ കല്ലുകൊണ്ട് ശൗചാലയത്തിന്റെ ചില്ലുകൾ തകർത്ത് വായു സഞ്ചാരം ഉണ്ടാക്കും. പിന്നെ ആര് വിളിച്ചാലും വാതിൽ തുറക്കില്ല. തീറ്റയും കുടിയും ഉറക്കവുമെല്ലാം ശൗചാലയത്തിനകത്തു തന്നെ. ടിമാർക്ക് ഇതറിയാം. പക്ഷേ അവരെന്ത് ചെയ്യാനാണ്? അനധികൃതമായി ട്രെയിനിനുള്ളിൽ കടന്നു കയറി ടോയ്ലറ്റ് അടക്കമുള്ളവ ഉപയോഗപ്പെടുത്തി യാത്ര ചെയ്ത് മറ്റു യാത്രക്കാരെ ശല്യം ചെയ്യുന്ന തരത്തിലേക്കാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. പിന്നീട് എഴുതിയിരിക്കുന്നതാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളം ഉത്തരേന്ത്യക്കാരുടെ ഗൾഫായി തീർന്നതോടെയാണ് ദീർഘദൂര തീവണ്ടി യാത്ര അങ്ങേയറ്റം ദുസ്സഹമായത്. ബംഗാളിൽ നിന്നും അസമിൽ നിന്നുമുള്ള തീവണ്ടികളിൽ ആലുവയിലും എറണാകുളത്തും തിരുവനന്തപുരത്തുമെല്ലാം ദിവസേന വന്നിറങ്ങുന്നത് ആയിരങ്ങളാണ്. പാൻപരാഗിന്റെയും മുറുക്കാന്റെയും ചീത്ത ഭക്ഷണാവശിഷ്ടങ്ങളുടെയും മണമായിരിക്കും ആ വണ്ടികൾക്ക്. ഇതിൽ 3-4 ദിവസം ശ്വാസം മുട്ടിയും രാത്രിയിൽ ഉറങ്ങാൻ പേടിച്ചും കഴിയേണ്ട അവസ്ഥയാണ് വടക്ക് നിന്ന് വരുന്ന മലയാളികൾക്ക്. തിരിച്ചറിയൽ രേഖകൾ പോലുമില്ലാതെയാണ് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. അവരാരാണ്, എവിടെ നിന്ന് വരുന്നവരാണ് എന്നുള്ള യാതൊരു രേഖകളും കൊണ്ടുവരുന്നവരുടെ കയ്യിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ കയ്യിലോ പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലോ ഇല്ല. അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി പത്രമാധ്യമങ്ങൾ അടക്കമുള്ള വിവിധ ഇടങ്ങളിലായി നമ്മൾ കാണുകയും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർത്തകൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങളാണ്. നമുക്കറിയാം, 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു പാവം കുഞ്ഞിനെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുഞ്ഞിനെ ആലുവയിലെ മാർക്കറ്റിൽ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്ന് ചപ്പുചവറുകൾക്കിടയിൽ കുഴിച്ചു മൂടിയത്. ഇതിനു മുമ്പും അന്യസംസ്ഥാന തൊഴിലാളികളുടെ പല അതിക്രമങ്ങൾക്കും ഇരയാകേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്. അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും ക്രൂരന്മാരാണെന്നോ അല്ലെങ്കിൽ അവർ ക്രൂരരാണെന്നോ കൊലയാളികളാണെന്നോ കുറ്റക്കാരാണെന്നോ അല്ല പറയുന്നത്. വരുന്നവരിൽ ഒരു വിഭാഗം അത്തരക്കാരാണ്. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഇവിടുത്തെ ഭരണത്തിന്റെ, ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ്. വളരെ വേദനാജനകമായ നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നിരുന്നത്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും കുറച്ചു നാളത്തേക്ക് വലിയ ആർജവമാണ് അത്തരത്തിൽ കർമ്മനിരതരായി തൊഴിൽ ചെയ്യാൻ. പക്ഷെ പിന്നീടും പഴയ വഴിയെ തന്നെയാണ് സർക്കാരിന്റെ പോക്ക്. ഇനിയും അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് അനിയന്ത്രിതമായി കടന്നു വരുമ്പോൾ അവരുടെ തിരിച്ചറിയൽ രേഖകളും അല്ലെങ്കിൽ മറ്റ് നിയമപരമായ നടപടികളും നടത്താതെ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാത്ത തരത്തിലേക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ ഭാവിയിലും വലിയ ദോഷം കേരളത്തിലുണ്ടാകും. പിന്നീട് ഇതിൽ പ്രധാനമായി പറയുന്നത് കുറച്ചു പേരുടെ അനുഭവങ്ങളാണ്. കൊച്ചിയിലെ റെയിൽവേ ഉദ്യോഗസ്ഥരിൽ ഒരാൾ പേര് വെളിപ്പെടുത്തരുതെന്ന അഭ്യർത്ഥനയോടെ പങ്കുവച്ച അഭിപ്രായം അത് ഇങ്ങനെയാണ്: ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്കും
തിരിച്ചുമുള്ള തീവണ്ടിയിലാണ് പ്രശ്നം ഏറ്റവും ഗുരുതരം. നാട്ടിലേക്കുള്ള യാത്രയിൽ പലപ്പോഴും കേരളം വിട്ടുകഴിയുമ്പോഴാണ് ഇവർ റിസർവേഷൻ കോച്ചുകളിൽ കയറുന്നത്. ഇവിടെ ടിക്കറ്റ് പരിശോധന കർശനമായതുകൊണ്ടാണിത്. എന്നാൽ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രയുടെ തുടക്കം മുതൽ റിസർവേഷൻ കോച്ചുകളിൽ കയറിപ്പറ്റും. AC കോച്ചുകൾ ഒഴികെയുള്ളവ കൈയടക്കും. അവിടെയൊന്നും പരിശോധനയില്ലാത്തത് തന്നെയാണ് കാരണം. മറ്റു ഡിവിഷനുകളിൽ TTമാർ പരിശോധന നടത്താത്തതിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ പറയുന്നത് കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളിൽ കൃത്യമായി ടിക്കറ്റ് പരിശോധിക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ കേരളം വിട്ടുകഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ നിയമം അനുസരിച്ചല്ല ഒന്നും നടക്കുന്നത്. ടിക്കറ്റ് പരിശോധിക്കുന്നില്ല. അവർ കൂട്ടമായി അവർക്ക് ഇഷ്ടമുള്ള കോച്ചുകളിൽ കയറി AC ഒഴികെയുള്ള മറ്റ് ബോഗികളിൽ കയറി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി, അവരെ മാറ്റി നിർത്തി, അവർക്ക് ഇഷ്ടമുള്ള സീറ്റിൽ ഇഷ്ടമുള്ള ഇടങ്ങളിൽ പോയിരുന്ന് യാത്രക്കാരെ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിനെതിരെ ഒന്നും TTമാർ ആരും ഒന്നും പറയുന്നുമില്ല, പരിശോധന ഒട്ടും നടത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ട്രെയിനുകളിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ ചോദ്യം ചെയ്യുവാൻ കേരളത്തിലെ TTമാർക്ക് സാധിക്കുന്നില്ല എന്നും അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. പിന്നീടുള്ളത് ഒരു വീട്ടമ്മയുടെ അനുഭവമാണ്. അതിങ്ങനെയാണ്: എറണാകുളത്തെ ആശുപത്രിയിൽ പോയി കൊല്ലത്തേക്ക് മടങ്ങി വരികയായിരുന്നു. ഷാലിമാർ എക്സ്പ്രസിലാണ് കയറിയത്. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്തെത്തിയോ എന്ന് പോലും തോന്നിപ്പോയി. മലയാളികൾ തീരെയില്ല. മുഴുവൻ ഹിന്ദിയോ മറ്റേതൊക്കെയോ ഭാഷകളോ പറയുന്നവർ. അവർ എന്തൊക്കെയോ എടുത്തു കുടിക്കുന്നു. വായിലേക്ക് പാക്കറ്റിൽ നിന്ന് പൊടി പോലെയുള്ള പലതും തള്ളിക്കയറ്റുന്നു. ബഹളം വെക്കുന്നു. അമ്പിളി എന്ന പെൺകുട്ടി ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞതിലും ഭീകരമായ അവസ്ഥ നേരിടുകയായിരുന്നു. ഇടയ്ക്ക് ചില സ്റ്റേഷനുകളിൽ തീവണ്ടിയിൽ കയറാൻ വന്ന പെൺകുട്ടികൾ ഇവരെ കണ്ട് ഭയന്ന് പിന്മാറി. ഫാനിന് മുകളിലൊക്കെ വസ്ത്രങ്ങൾ വിരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാറ്റുപോലുമില്ല. ശ്വാസം മുട്ടിയതുപോലെ ഇറങ്ങിയോടാൻ തോന്നിപ്പോയി. പകൽ ഇതാണ് അവസ്ഥയെങ്കിൽ രാത്രി എന്താകും? ട്രെയിൻ യാത്രയിൽ ഒരു വീട്ടമ്മ അനുഭവിച്ച ദുസ്സഹമായ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. വൃത്തിഹീനമായ രീതിയിൽ നിയമപരമായി വിലക്കപ്പെട്ടിട്ടുള്ള പല ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന തരത്തിൽ, ഒരു മര്യാദയും ഇല്ലാത്ത തരത്തിൽ റെയിൽവേയിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി പേരാണ് കേരളത്തിലൂടെ ഓടുന്ന ട്രെയിനുകളിലുള്ളത്. പക്ഷെ ഇവയ്ക്കെതിരെ ഒന്നും സംസാരിക്കുവാനോ വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ മുതിരുന്നില്ല. ഇനി ട്രെയിൻ യാത്രയിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നാൽ, ആ അനുഭവങ്ങളെ ചൊല്ലി ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അഭിപ്രായം കൂടി ഈ പത്രത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഷിബു എന്നാണ് അയാളുടെ പേര്. 3 ആഴ്ചയിലൊരിക്കൽ ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നയാളാണ് ഞാൻ. 16,525, 16,526 ഐലൻഡ് എക്സ്പ്രസിലാണ് സ്ഥിരം യാത്ര. രാത്രി 8:20 ഈ വണ്ടി കണ്ടോൺമെന്റിൽ നിന്ന് പുറപ്പെടുന്നത്. ഇതിൽ റിസർവേഷൻ ഇല്ലാതെ കയറുന്നവർ ഉത്തരേന്ത്യക്കാരല്ല, മലയാളി വിദ്യാർത്ഥികളാണ്. 100 പേർ കയറിയാൽ 40 പേർക്ക് മാത്രമേ റിസർവേഷൻ ഉണ്ടാകൂ. പക്ഷേ ഇല്ലാത്തവരും കോച്ചിനുള്ളിൽ തന്നെ ഉണ്ടാകും. തിരക്ക് കാരണം റിസർവേഷൻ എടുത്ത് യാത്ര ചെയ്യുന്ന പ്രായമുള്ളവർ ടോയ്ലറ്റിൽ പോകാൻ പോലും ബുദ്ധിമുട്ടുന്നത് സ്ഥിരം കാഴ്ചയാണ്. TT പലപ്പോഴും നിസ്സഹായനായി നിൽക്കും. പലപ്പോഴും RPFകാരും ഉണ്ടാകില്ല. കുട്ടികൾക്ക് അവരുടെ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് കൃത്യമായി യാത്രാ പ്ലാൻ ചെയ്ത് റിസർവേഷൻ എടുക്കാം. അതിനു ശ്രമിക്കാതെ യാത്രക്കിറങ്ങുകയാണവർ. സഹികെട്ടാണ് റെയിൽവേക്ക് പരാതി നൽകിയത്. 139 എന്ന നമ്പറിൽ 2 തവണ പരാതി അയച്ചു. പക്ഷേ ആ പരാതിക്ക് യാതൊരു തരത്തിലുള്ള മറുപടികളും ലഭിച്ചില്ല എന്നാണ് അയാൾ പറയുന്നത്. 139 എന്നത് റെയിൽവേയിൽ നിങ്ങൾ അനുഭവപ്പെടുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളെ ചൊല്ലി പരാതി കൊടുക്കുവാൻ വേണ്ടിയുള്ള നമ്പറാണ് 139. പക്ഷേ അതിൽ പരാതിപ്പെട്ടിട്ട് പോലും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നാണ് ഷിബു എന്ന സ്ഥിര റെയിൽവേ യാത്രക്കാരൻ പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയ ശില്പ മറ്റൊരു ആരോപണം കൂടി നടത്തുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ബംഗളൂരുവിൽ നിന്ന് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് വരാൻ ആകെയുള്ളത് 4 തീവണ്ടികളാണ്. ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിൽ നിന്ന് കേരളം പോലെ നിരവധി വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ വരുന്ന നിരവധി പേർ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കുവാനും മറ്റു ജോലി ആവശ്യങ്ങൾക്കും നിരവധി പേർ പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അത്തരത്തിലുള്ള കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാൻ ആകെയുള്ളത് 4 ട്രെയിനുകളാണ്. നിരവധി ട്രെയിനുകൾക്ക് സ്റ്റോപ്പുള്ള കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോലെയുള്ള ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് പോകുവാൻ ആകെയുള്ളത് 4 ട്രെയിനുകളാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണത്. ഒരു ഭാഗത്ത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, മറുഭാഗത്ത് ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള കേരളം. ടൂറിസത്തിന് വേണ്ടി ഇവിടെ എന്തൊക്കെയോ ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലേക്ക് ഇതുപോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിൽ നിന്ന്
വിനോദസഞ്ചാരികൾക്കും അല്ലാത്തവർക്കും വന്നു പോകാൻ കഴിയുന്ന സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് ട്രെയിനുകളുടെ എണ്ണമൊന്നും വർദ്ധിച്ചിട്ടില്ല. ആകെ ഉള്ളത് 4 ട്രെയിനുകളാണ്. അവർ പറയുന്നു, ഇവയിൽ ഒരിക്കലും ടിക്കറ്റ് കിട്ടില്ല. തത്കാൽ ടിക്കറ്റ് അപ്പോൾ തന്നെ തീരും. ബംഗളൂരുവിലേക്ക് എത്ര സ്വകാര്യ ബസ്സുകളാണ് നിരനിരയായി പോകുന്നത്. ഇവരുടെ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് റെയിൽവേ തീവണ്ടികൾ ഓടിക്കാത്തതും ടിക്കറ്റ് ലഭ്യമാക്കാത്തതും. ശില്പ പറയുന്നത് ഒരു പക്ഷെ ശരി തന്നെ ആയിരിക്കാം. കാരണം ബംഗളൂരു പോലെയുള്ള ഒരു നഗരത്തിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന സ്വകാര്യ ബസ്സുകളുടെ എണ്ണം ചെറുതൊന്നുമല്ല. നിരവധി ബസ്സുകളാണ് പോകുന്നത്. ആ ബസ് ലോബികൾക്ക് സാമ്പത്തികപരമായ നേട്ടമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന്, അല്ലെങ്കിൽ ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുകയും വിദ്യാഭ്യാസം നടത്തുകയും ചെയ്യുന്നവരിൽ മൃഗഭൂരിപക്ഷമുള്ള കേരളം പോലെയുള്ള സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ ആകെയുള്ളത് 4 ട്രെയിനുകൾ. സ്വകാര്യ ബസ്സുകൾ നിരവധി. ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളികൾ സംശയത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ശില്പ. റെയിൽവേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണപ്രദമായ ഒരു ഗതാഗത മാർഗം തന്നെയാണ്. പക്ഷെ അവിടുത്തെ കെടുകാര്യസ്ഥത യാത്രക്കാർക്ക് ഉണ്ടാക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. അതിനോടൊപ്പം തന്നെ റെയിൽവേ മാർഗത്തിലൂടെ കേരളത്തിലേക്ക് കടന്നു വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരുടെ കടന്നാക്രമണങ്ങൾ, അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വളരെ മോശപ്പെട്ട പ്രവണതകൾ. എന്നാൽ ഇവരാരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് സത്യസന്ധമായ ഒരു തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ ശ്രമിക്കാത്ത ഒരു ഭരണകൂടമായി പോയി നിലവിൽ നമുക്കുള്ളത്.